ഓക്കെ, പറയട്ടെ. ചെയിൻ സ്റ്റോഴ്സ് അല്ലേ? ഇപ്പം ചെയിൻ സ്റ്റോഴ്സ് ഓർ മൾട്ടിപ്പിൾ ഷോപ്പാണ്. എ മൾട്ടിപ്പിൾ ഷോപ്പ് ഈസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ owned and operated by manufacturers or intermediaries with a number of branches at different places under one ownership and management and dealing in one variety of goods ആണ്. അതായത് ചെയിൻ സ്റ്റോഴ്സ് അല്ലെ മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷനാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ മാനുഫാക്ചറേഴ്സ് ആയിരിക്കും. മാനുഫാക്ചറേഴ്സ് തന്നെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അല്ലെ അവരുടെ ഉടമസ്ഥയിലുള്ളതായിരിക്കും. ഓർ ഇൻ്റർമീഡിയറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ നിലക്കാരായിരിക്കും. വിത്ത് എ നമ്പർ ഓഫ് ബ്രാഞ്ചസ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. പല സ്ഥലങ്ങളിലായി പല നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉണ്ടാവും. അണ്ടർ വൺ ഓണർഷിപ്പ്. ഒരു ഓണർഷിപ്പിൻ്റെ ഒരു ഉടമസ്ഥൻ്റെ ഉടമസ്ഥതയിൽ പല സ്ഥലത്തായി ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് ഡീലിംഗ് ഇൻ വൺ വെറൈറ്റി ഓഫ് ഗുഡ്സ്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റും വെറൈറ്റി ഓഫ് ഗുഡ്സും ആയിരിക്കും ചെയിൻ സ്റ്റോറുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്പ് വഴി ഡീൽ ചെയ്യുന്നതാണ് പറയുന്നത്. മൾട്ടിപ്പിൾ ഷോപ്പ് ആർ ഓർഗനൈസ്ഡ് ബൈ മാനുഫാക്ചറേഴ്സ് ടു എലിമിനേറ്റ് മിഡിൽമെൻ. അപ്പോൾ മൾട്ടിപ്പിൾ ഷോപ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന മാനുഫാക്ചറേഴ്സാണ്. എന്തിനാണ്? ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അവോയ്ഡ് മിഡിൽമെൻ ആണ് കേട്ടോ. ദീസ് ഷോപ്പ് ആർ ആൾസോ നോൺ ആസ് ചെയിൻ സ്റ്റോർ. അതുകൊണ്ട് ഈ ഷോപ്പിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ചെയിൻ സ്റ്റോഴ്സ്. ദീസ് ഷോപ്സ് ആർ റൺ ബൈ ദ സെയിം ഓർഗനൈസേഷൻ വിത്ത് ഐഡൻറ്റിക്കൽ മെർക്കൻഡൈസിങ് സ്ട്രാറ്റജീസ് വിത്ത് ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സ് ആൻഡ് സിമിലർ അപ്പിയറൻസ് ആണ്. അതായത് ഈ ഷോപ്പുകൾ റൺ ചെയ്യുന്നത് സെയിം ആ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അണ്ടറിൽ തന്നെ ആവാം. വിത്ത് ഐഡൻറ്റിക്കൽ മെർക്കൻഡൈസിങ് സ്ട്രാറ്റജിയാണ്. അതായത് ഈ മാനുഫാക്ചറിങ് ഫേമുകൾ ചെയ്യുന്ന അതേ രീതി തന്നെ ആയിരിക്കും ഇവർ ഫോളോ ചെയ്യുന്നത്. ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സ് ആൻഡ് സിമിലർ അപ്പിയറൻസ് ആണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബാറ്റ, KFC, റെയ്മണ്ട്, ബിഗ് ബസാർ, കോഫി ഡേ, DCM ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം ഏതാണ്? ചെയിൻ സ്റ്റോർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്പുകൾ തന്നെ. ഇടനിലക്കാരില്ലാതെ തന്നെയാണ് ഈ പ്രോഡക്റ്റ്സ് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടോ? ഒന്ന് കൺവീനിയൻറ്റ് ലൊക്കേഷനാണ്. ദീസ് ഷോപ്പ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ഫെയർലി പോപ്പുലസ് പ്ലേസസ് വേർ എ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഗ്യാദർ. അതായത് ധാരാളം കസ്റ്റമേഴ്സ് കടന്നു വരുന്ന മേഖലയിലാണ് ഈ ബിസിനസ്സുകൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ദേ സെർവ് ദ കസ്റ്റമേഴ്സ് അറ്റ് എ പോയിൻറ്റ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു ദെയർ റെസിഡൻസ് ഓർ വർക്ക് പ്ലേസ്. അപ്പോൾ ഇത് കസ്റ്റമേഴ്സിന് അവരുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുമായിരിക്കും ഈ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ചെയിൻ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത് സെൻട്രലൈസ്ഡ് പർച്ചേസസ് ആണ്. All purchases are centralized at the head office from where goods are dispatched to all the shop according to their requirement. Sales are decentralized. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റായിരിക്കും. പക്ഷേ സെയിൽ നടത്തുന്നത് ഡിഫറൻറ്റ് ഡീസെൻട്രലൈസ്ഡ് രീതിയിലായിരിക്കും. എന്ത് ചെയ്യുന്നത്? ഡിഫറൻറ്റ് ബ്രാഞ്ചസ് വഴിയായിരിക്കും സെയിൽ നടത്തുന്നത്. പക്ഷേ പർച്ചേസ് എല്ലാം എന്താണ്? ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുകയാണ്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്ത സെൻട്രലൈസ്ഡ് കൺട്രോളാണ്. ഇതിൻ്റെ നിയന്ത്രണവും സെൻട്രലൈസ്ഡ് ആണെന്നുള്ളതാണ്. ഈച്ച് ബ്രാഞ്ച് ഷോപ്പ് ഈസ് അണ്ടർ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് ബ്രാഞ്ച് മാനേജർ. ഓരോ ബ്രാഞ്ചും ഒരു ബ്രാഞ്ച് മാനേജറുടെ നിയന്ത്രണത്തിലായിരിക്കും. ഹു ഈസ് ആൻസറബിൾ ടു ദ ഹെഡ് ഓഫീസ്. ആ ബ്രാഞ്ച് മാനേജർ ആരോടാണ് ആൻസർ ചെയ്യേണ്ടത്? ഹെഡ് ഓഫീസിനോടാണ് ആൻസർ കൊടുക്കേണ്ടത്. ഹി ഹാസ് ടു സെൻഡ് ഡെയിലി റിപ്പോർട്ട്സ് ഇൻ റെസ്പെക്ട് ഓഫ് സെയിൽസ്, ക്യാഷ് ഡിപ്പോസിറ്റ്, സ്റ്റോക്ക് റിക്വയർമെൻറ്റ്. അപ്പോൾ ഡെയിലി ഈ ബ്രാഞ്ച് മാനേജർ ക്യാഷ് ഡിപ്പോസിറ്റ്, സ്റ്റോക്ക്, സെയിൽ ഇതിൻ്റെ എല്ലാ റിപ്പോർട്ടുകൾ ബ്രാഞ്ച് മാനേജർ ഹെഡ് ഓഫീസിൽ നൽകണം. ഓക്കെ. അടുത്ത ഒരു പ്രത്യേകത പറയുന്നത് ക്യാഷ് ആൻഡ് ക്യാരി ബേസിസ് ആണ്. പ്രൈസ് ഓഫ് ഗുഡ്സ് ഓഫ് ഓൾ ഷോപ്പ് ആർ ഫിക്സഡ് ആൻഡ് സെയിൽസ് ആർ ഓൺ ക്യാഷ് ബേസിസ് ആണ്. നമുക്കറിയാം പ്രൈസസ് ഓഫ് ഗുഡ്സ് ഓഫ് ഓൾ ഷോപ്പ്. അവർക്ക് പല ബ്രാഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ ബ്രാഞ്ചുകളുടെയും ബ്രാഞ്ചിലെ ഗുഡ്സുകളുടെയും പ്രൈസ് ഫിക്സഡ് ആണ്. ഓക്കെ. ആൻഡ് സെയിൽസ് ആർ ഓൺ ക്യാഷ് ബേസിസ്. കടത്തിന് സാധനം വിൽപ്പന ഇല്ല അവിടെ. ക്യാഷ് ബേസിസിൽ അവിടെ സെയിലുള്ളൂ. അടുത്താണ് ഐഡൻറ്റിക്കൽ ഓപ്പറേഷനാണ്. ഓൾ ഷോപ്സ് ഡീലിംഗ് ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സാണ്. എല്ലാ ഷോപ്പുകളും ഒരേ ടൈപ്പ് പ്രോഡക്ട്സുകളാണ്. നമുക്കറിയാം ബാറ്റയുടെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാം ഒരേ ടൈപ്പ് രീതിയിൽ തന്നെയുള്ള പ്രോഡക്ട്സുകളായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഹിച്ച് ഷോപ്പ് ഡെക്കറേറ്റഡ് ഇൻ ദ സെയിം സ്റ്റൈൽ ആൻഡ് ഫാഷൻ. നമുക്കറിയാം ഒരേ സ്റ്റൈലും ഫാഷനും. ഇപ്പോൾ ബാറ്റയുടെ ഷോറൂം ആയാലും ഈ പറയുന്ന മറ്റേ ബോംബെ ഡൈങ്ങിൻ്റെ ഒക്കെ ഷോറൂമിൽ ചെന്ന് ഒരേ രീതിയിലായിരിക്കും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെയർ ഈസ് യൂണിഫോമിറ്റി ആസ് റിഗാർഡ് ആസ് ഇൻറ്റീരിയർ ലേ ഔട്ട്. അതിൻ്റെ ഇൻറ്റീരിയർ ലേ ഔട്ട് ഒരേപോലെ തന്നെ ആയിരിക്കും. വിൻഡോസ് ഡ്രസ്സിങ്, ഔട്ട്വേർഡ് അപ്പിയറൻസ്, ക്വാളിറ്റി, പ്രൈസ് എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഇൻസ്പെക്ഷൻ പറയുന്നത് ഹെഡ് ഓഫീസ് അപ്പോയിൻ്റ് ഇൻസ്പെക്ടേഴ്സ് ഹു ഇൻസ്പെക്ട് ദ ഷോപ്പ്. ഹെഡ് ഓഫീസാണ് ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഷോപ്പ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. വിത്ത് റെസ്പെക്റ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് കസ്റ്റമർ സർവീസ്
അവർ ഇൻസ്പെക്ട് ചെയ്യുന്നത് കസ്റ്റമർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി സർവീസസ്, അഡ്ഹീറൻസ് ടു ദ പോളിസീസ് ഓഫ് ഹെഡ് ഓഫീസ്. ഏതെങ്കിലും ഹെഡ് ഓഫീസിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പരാതി വെച്ചാൽ അതിൻ്റെയൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇൻസ്പെക്ഷൻ നടത്തുന്നതാണ് പറയാം. ഇതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് എക്കണോമീസ് ഓഫ് സ്കെയിലാണ്. ആസ് ഓൾ പർച്ചേസസ് ആർ മെയ്ഡ് ഇൻ ബൾക്ക് ബൈ ദ സെൻട്രൽ ഓഫീസ് ഫോർ ഓൾ ബ്രാഞ്ചസ്, ദേ ഗെയിൻ എക്കോണമി ഓഫ് ലാർജ് സ്കെയിൽ ബൈയിങ് ലൈക്ക് എ ഹയർ ഡിസ്കൗണ്ട്. നമുക്കറിയാം, ഒരു സെൻട്രൽ പർച്ചേസ് ആണെങ്കിലോ നടക്കുന്നത്. അപ്പോൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ലോവർ റേറ്റ്സിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വിൽക്കാൻ പറ്റും. ലെസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റും ഒക്കെ വളരെ കുറവായിരിക്കും. പിന്നെ എലിമിനേഷൻ ഓഫ് മിഡിൽ മെൻ ബൈ മേക്കിംഗ് ഡയറക്റ്റ് പർച്ചേസ് ഫ്രം ദ മാനുഫാക്ചറേഴ്സ് ആൻഡ് സെല്ലിംഗ് ഡയറക്റ്റ്ലി ടു കൺസ്യൂമേഴ്സ്, ഇറ്റ് ഈസ് ഏബിൾ ടു എലിമിനേറ്റ് അൺനെസസറി മിഡിൽ മെൻ. ഇടനിലക്കാരെ ഒഴിവാക്കാം. ഡയറക്റ്റായിട്ട് മാനുഫാക്ചറിൽ നിന്ന് വാങ്ങി എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിലേക്ക് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടനിലക്കാരെ ഒഴിവാക്കും എന്നുള്ളതിൻ്റെ അഡ്വാൻറ്റേജാണ്. പിന്നെ നോ ബാഡപ്റ്റ്. ഇവിടെ നമുക്കറിയാം ക്യാഷ് ബേസിസ് സെയിലല്ലേ ഉള്ളൂ, ഓൺലി ക്യാഷ് സെയിലല്ലേ ഉള്ളൂ. അപ്പോൾ ബാഡപ്റ്റ് ഇല്ല എന്നുള്ളതാണ്. സിൻസ് ഓൾ സെയിൽസ് ആർ ഓൺ ക്യാഷ് ആൻഡ് ക്യാരി ബേസിസ്, ദർ ആർ നോ ചാൻസസ് ഓഫ് ബാഡപ്റ്റ്. അടുത്തതാണ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആണ്. എക്സസ് സ്റ്റോക്ക് ഈസ് വൺ ബ്രാഞ്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അനദർ വെയർ ദർ ഈസ് എ ഷോർട്ടേജ്. നമുക്കറിയാം എക്സസ് ആയിട്ട് നമ്മുടെ ബ്രാഞ്ചിലിരിക്കുന്നത് എക്സസ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ടേജുള്ള ബ്രാഞ്ചിലേക്ക് ഇത് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ദസ് ഡെഡ് സ്റ്റോക്ക് ക്യാൻ ബി റെഡ്യൂസ്. അങ്ങനെ വിൽക്കാനായി ഇല്ലാതിരിക്കുന്ന സ്റ്റോക്ക് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അടുത്തൊരു ഡിഫ്യൂഷൻ ഓഫ് റിസ്ക് ആണ്. ഡൾ ബിസിനസ് ഇൻ വൺ ബ്രാഞ്ച് ഈസ് കോമ്പൻസേറ്റഡ് ബൈ ബ്രിസ്ക് ബിസിനസ് ടു അതർ ബ്രാഞ്ച്. ഒരിടത്ത് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് വളരെ കുറവാണെങ്കിൽ അടുത്തടുത്ത ബിസിനസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. റിസ്ക് ഈസ് ജിയോഗ്രാഫിക്കലി സ്പ്രെഡാണ്. റിസ്ക് എന്ന് വെച്ചാൽ പലയിടത്തായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കൊണ്ടുവരുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അടുത്ത ലോ കോസ്റ്റാണ്. ബിക്കോസ് ഓഫ് എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബൈയിങ്, എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ ആൻഡ് സെൻട്രലൈസ്ഡ് സെയിൽസ് പ്രൊമോഷൻ, മൾട്ടിപ്പിൾ ഷോപ്പ് ഹാവ് എ ലോവർ കോസ്റ്റ് ഓഫ് ബിസിനസ്സാണ്. നമുക്കറിയാം ബിക്കോസ് ഓഫ് എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ്സാണ്. അപ്പോൾ ലാർജ് സ്കെയിൽ ബൈയിങ് ആണ് നടത്തുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ, ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ലാർജ് സ്കെയിൽ പർച്ചേസാണ് നടത്തുന്നത്. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് സെയിൽസ് പ്രൊമോഷനാണ്. മൊത്തത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകൾക്കൂടെ വേണ്ടി ഒറ്റ സെയിൽസിൻ്റെ പ്രൊമോഷനായിരിക്കും നടത്തുന്നത്. മൾട്ടിപ്പിൾ ഷോപ്പ് ഹാവ് എ ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പലയിടത്താണ് ഷോപ്പ്, അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ കുറയുന്നു എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അടുത്ത ഫ്ലെക്സിബിലിറ്റിയാണ്. ന്യൂ ബ്രാഞ്ചസ് ഇഫ് നെസസറി ക്യാൻ ബി ഓപ്പൺ ആൻഡ് അൺപ്രോഫിറ്റബിൾ ബ്രാഞ്ചസ് ക്യാൻ ബി ക്ലോസ്. പുതിയ ബ്രാഞ്ചുകൾ ലാഭമുണ്ട് അല്ലെങ്കിൽ അവിടെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ആക്കാം. ലാഭകരമല്ലാത്ത ബ്രാഞ്ചുകൾ എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാനും കഴിയും എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജ് പറയുന്നു ലിമിറ്റഡ് സെലക്ഷൻ ഓഫ് ഗുഡ്സ് ആണ്. മൾട്ടിപ്പിൾ ഷോപ്പ് ഡീൽ ഇൻ എ ലിമിറ്റഡ് ലൈൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ജനറലി വൺ ബ്രാൻഡ് ദേ കനോട്ട് ഓഫർ വെറൈറ്റി ഓർ ചോയ്സ്. നമുക്കറിയാം ഒരു ബ്രാൻഡിലുള്ള പ്രോഡക്ട്സിലായിരിക്കും അവിടെ ഡീലിംഗ് നടക്കുന്നത്. അപ്പോൾ അവിടെ ചോയ്സ് വളരെ കുറവാണെന്നൊരു പോരായ്മയാണ്. അടുത്തത് ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ആണ്. ആസ് ദ മാനേജ്മെൻറ്റ് ഓഫ് എ മൾട്ടിപ്പിൾ ഷോപ്പ് ഈ സെൻട്രലൈസ്ഡ്. നമുക്കറിയാം മൾട്ടിപ്പിൾ ഷോപ്പുകളുടെ മാനേജ്മെൻറ്റ് സെൻട്രലൈസ്ഡ് ആണ്. ദ ബ്രാഞ്ച് മാനേജർ ഹാവ് എ ലിറ്റിൽ പവർ, ഷോ ലിറ്റിൽ ഇനിഷ്യേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ബ്രാഞ്ച്. അപ്പോൾ മാനേജർക്ക് ലിറ്റിൽ പവറേ ഉള്ളൂ. അപ്പോൾ ആ ബ്രാഞ്ചിൽ മാനേജർക്ക് ഓരോ ബ്രാഞ്ചുകളെ കുറിച്ചുള്ള താല്പര്യം വളരെ കുറവായിരിക്കും. അടുത്ത ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് ആണ്. ദ മൾട്ടിപ്പിൾ ഷോപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് എ നമ്പർ ഓഫ് ബ്രാഞ്ച് ഷോപ്പ് വിത്ത് എ പെയ്ഡ് എംപ്ലോയീസ് ഹു ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. നമുക്കറിയാം എല്ലാ ബ്രാഞ്ചിൽ നിൽക്കുന്നത് പെയ്ഡ് എംപ്ലോയീസ് ആണ്. അവർക്ക് കസ്റ്റമറുമായിട്ട് ഒരു പേഴ്സണൽ കോൺടാക്റ്റും കാണില്ല, വ്യക്തിപരമായ ഒരു ബന്ധവും കാണില്ല. അതൊരു പോരായ്മയാണ്. അടുത്ത ഹൈ പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്. ഇഫ് ദ ഡിമാൻഡ് ഫോർ മെർക്കൻഡൈസ് ഡെൽറ്റ് ഇൻ ബൈ ദ മൾട്ടിപ്പിൾ ഷോപ്പ് ചേഞ്ച് കൺസിഡറബിളി, they have to sustain huge losses because of dead stock lying with a central flipper. നമുക്കറിയാം ഇവിടെ പോസിബിലിറ്റി ലോസുള്ള സാധ്യതയുണ്ട്. ഫാഷനൊക്കെ മാറും, കസ്റ്റമർ വാങ്ങാതെ കഴിഞ്ഞാൽ ഇതെല്ലാം ഡെഡ് സ്റ്റോക്കായിട്ട് എന്ത് ചെയ്യും, സെൻട്രൽ ഷോപ്പിൽ അവിടെ ഇരിക്കും. അടുത്ത നോ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആൻഡ് എക്സ്ട്രാ ഫെസിലിറ്റി. ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സ്ട്രാ ഫെസിലിറ്റികളും ഇല്ല. ദേ ഡു നോട്ട് പ്രൊവൈഡ് എ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആൻഡ് അതർ അട്രാക്റ്റീവ് സർവീസ് ലൈക്ക് ഫ്രീ ഹോം ഡെലിവറി, ക്യാൻറ്റീൻ ഫെസിലിറ്റി, ടെലിഫോൺ ഫെസിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തില്ല, ചെയിൻ സ്റ്റോറുകളില്ല. അതൊരു പോരായ്മയായിട്ടാണ് പറയുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറും ചെയിൻ സ്റ്റോറും നമ്മുടെ ഡിഫറൻസുകളാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഒന്നാമതുണ്ടോ, ദീസ് ഓഫർ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ആണ്. എന്നാൽ മൾട്ടിപ്പിൾ ഷോപ്പ് ഓഫർ ഓൺലി ലിമിറ്റഡ് ലൈൻ ഓഫ് പ്രോഡക്റ്റ്സ് ആണ്. രണ്ടാമത്തെ പറയുന്നു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേറ്റ് ഇൻ ദ സെയിം പ്രിമൈസസ് അല്ലേ, ഒരേ പ്രിമൈസസ് തന്നെ, ഒരേ ബിൽഡിങ്ങിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിക്കുന്നത്. എന്നാൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സിമിലർ ബ്രാഞ്ചസ് ഇൻ ഡിഫറൻറ്റ് പ്ലേസസ് ആണ് അല്ലേ, ഡിഫറൻറ്റ് പ്ലേസസിലാണ് ബ്രാഞ്ചസുകൾ. ഹൈ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ഡ്യൂ ടു എക്സ്ട്രാ സർവീസാണ്. കാരണം കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കൂടുതലാണ്, കാരണം എക്സ്ട്രാ സർവീസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ കൊടുക്കുന്നുണ്ട് അല്ലേ. എന്നാൽ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ വരുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. അടുത്തത് നാലാമത്തെ പോയിൻറ്റ്, ഓൾവേസ് സെൻട്രലി ലൊക്കേറ്റഡ് ഇൻ സ്പേഷ്യസ് ബിൽഡിംഗ് ഇൻ എ ബിഗ് സിറ്റി. ഒരു സെൻട്രലി ലൊക്കേറ്റഡ് ബിഗ് സിറ്റിയിലാണ് ഇത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ
ഇവിടെ മൾട്ടിപ്പിൾ സ്റ്റോർ എന്ന് പറയുന്നത് നോട്ട് ഓൾവേസ് എ ലൊക്കേറ്റഡ് ഇൻ എ ബിഗ് സിറ്റി, ദീസ് ആർ ഫൗണ്ട് ഈവൻ എ സ്മോൾ ടൗൺ. ബിഗ് സിറ്റി വേണമെന്നില്ല, ചെറിയ ടൗൺ ആയാലും മതി. അടുത്ത മോർ റിസ്ക് ഓഫ് ബിസിനസ് ആസ് ദേ ഓപ്പറേറ്റ് ഇൻ ഓൺലി വൺ പ്ലേസ്. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകൾ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തല്ലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് കൂടുതൽ റിസ്ക്കിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ റിസ്ക് ഈസ് സ്പ്രെഡ് ഔട്ട് ബിക്കോസ് ഓഫ് സെല്ലിംഗ് ഗുഡ്സിൻ്റെ ഡിഫറൻറ്റ് പ്ലേസസാണ്. പല സ്ഥലത്തായിട്ട് നമ്മൾ ഗുഡ്സ് വിറ്റഴിക്കുന്നത്, അതുകൊണ്ട് റിസ്ക്കിനുള്ള സാധ്യതകൾ കുറയുന്നു എന്നുള്ളതാണ്. ആറാമത്തെ പോയിൻറ്റ്, ഇവിടെ നോട്ട് അറ്റ് ഓൾ ഫ്ലെക്സിബിളാണ്, ഹൈലി ഫ്ലെക്സിബിളാണ് ഏത് മൾട്ടിപ്പിൾ സ്റ്റോർ അല്ലേ. അടുത്തത് പ്രൈസസ് ചാർജ്ഡ് ആർ ഹയർ ബിക്കോസ് ഹൈ കോസ്റ്റ് ഓഫ് ഓപ്പറേഷനാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ഗുഡ്സിൻ്റെ വില വളരെ കൂടുതലായിരിക്കും, കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കൂടുതലായതുകൊണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ചെയിൻ ബിസിനസ്സിൽ പറയുമ്പോഴത്തേക്ക് ലോവർ പ്രൈസസ് ആർ ചാർജ്ഡ് ഡ്യൂ ടു ലോവർ കോസ്റ്റ് ഓഫ് ഓപ്പറേഷനാണ്. ലോവർ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഗുഡ്സിൻ്റെ വില കുറവായിരിക്കും. അടുത്തത് നമുക്ക് പറയുന്നത് എട്ടാമത്തെ പോയിൻറ്റ്, എക്സ്ട്രാ സർവീസസ് ലൈക്ക് ഫ്രീ ഹോം ഡെലിവറി, റീഡിംഗ് റൂമ്, ടെലിഫോൺ, റിക്രിയേഷൻ ഫെസിലിറ്റീസ് എക്സെട്ര ആർ പ്രൊവൈഡ് ടു കസ്റ്റമേഴ്സ്. അതുകൊണ്ട് ഈ പറയുന്ന എക്സ്ട്രാ സർവീസുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. മറ്റൊരിടത്തെന്ന് പറഞ്ഞാൽ നോ എക്സ്ട്രാ സർവീസസ് ടു കസ്റ്റമേഴ്സിന് എക്സ്ട്രാ സർവീസുകളൊന്നും ലഭിക്കുന്നില്ല. അടുത്ത ദെയർ ഇസ് നോ യൂണിഫോമിറ്റി എമംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ദേ ഡീൽ ഇൻ എ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സാണ്. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി എമംഗ് ദ ഓൾ ബ്രാഞ്ചസ്, എല്ലാ ബ്രാഞ്ചുകളിലും യൂണിഫോമിറ്റി ഉണ്ട് അല്ലേ. അടുത്തത് സർവീസ് മെയിൻലി റിച്ച് ക്ലാസ്സസിന് വേണ്ടിയുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. മറ്റേത് സെയർ വാസ്ത മാസസ് ആണ്. അടുത്ത 11ാമത്തെ പോയിൻറ്റ്, ഷോർട്ടേജ് ഓഫ് ഗുഡ്സ് കനോട്ട് ബി മെറ്റ് ബൈ ട്രാൻസ്ഫർ ഫ്രോം വൺ ഡിപ്പാർട്ട്മെൻറ്റ് അനദർ. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റോക്ക് ഒന്നും ഷോർട്ടേജ് ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ മൾട്ടിപ്പിൾ ഷോപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് അറ്റ് വൺ ബ്രാഞ്ച് ക്യാൻ ബി ഓവർകം ബൈ ട്രാൻസ്ഫർ ഓഫ് സ്റ്റോക്ക് ഫ്രം നിയർ ബൈ ബ്രാഞ്ചാണ്. സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളതാണ്. സെൽ ഗുഡ്സ് ബോത്ത് ഫോർ ക്യാഷ് ഓൺ ക്രെഡിറ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ ക്യാഷിനും കടത്തിനും വിൽക്കുന്നുണ്ട്, ഇവിടെ ആണെങ്കിലോ ക്യാഷ് ബേസിസിലേ ഉള്ളൂ. അടുത്തത് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ 13ാമത്തെ പോയിൻറ്റ്, മാനേജ് ഹാവ് എ വൈഡർ പവേഴ്സ് റിഗാർഡിങ് പർച്ചേസസ് ആണ്. മാനേജേഴ്സിന് ഭയങ്കര പവറുണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. ബ്രാഞ്ചിലാണ് ബ്രാഞ്ച് മാനേജർ ഹാവ് നോ പവർ ടു മേക്ക് എ പർച്ചേസ് നടത്തുന്നതിനകത്ത് ബ്രാഞ്ച് മാനേജേഴ്സിന് പവറൊന്നുമില്ല. അടുത്ത പോയിൻറ്റ് 14ാമത്തെ പോയിൻറ്റ് പറഞ്ഞാൽ ആസ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് ലിമിറ്റഡ് കസ്റ്റമേഴ്സ് അട്രാക്റ്റഡ് ആർ ഫ്യൂ. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ഉണ്ട്, അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വലുതായിട്ട് അട്രാക്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇവിടെ മൾട്ടിപ്പിൾ ഷോപ്പ് ആണെങ്കിൽ ആസ് ദ മൾട്ടിപ്പിൾ ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആർ സ്പ്രെഡ് ഓവർ എ ലാർജ് ഏരിയ ദേ അട്രാക്ട് എ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. ലാർജ് ഏരിയയിലേക്ക് ബിസിനസ് സ്പ്രെഡ് ചെയ്യുകയും ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ അത്രയും നോക്കണം.